ഫാറ്റി ലിവർ എന്നുള്ളത് ഇന്ന് കേൾക്കാത്തവരാരും കാണില്ല, കാരണം അത്ര പരിചിതമാണ് എല്ലാവർക്കും ഈ വാക്ക്. 2 രീതിയിലാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അതായത് മദ്യപാനം കൊണ്ടുണ്ടാകുന്നത്. മറ്റൊന്ന് നോൺ ആൽക്കഹോളിക്, അത് നമ്മുടെ ജീവിത രീതി കൊണ്ടും ഭക്ഷണശീലങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന ഒന്നാണ്. ഈ ആൽക്കഹോളിക് ഫാറ്റി ലിവറിനെ തീർച്ചയായിട്ടും ആൽക്കഹോളിൻ്റെ ഉപയോഗം എപ്പോൾ കുറയ്ക്കുന്നു, മദ്യപാനം നിർത്തുന്നു, അപ്പോൾ തന്നെ അത് റിവേഴ്സ് ആവുകയും ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാനും പറ്റും. എന്നാൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിൽ നമ്മൾ ശരിയായ ഭക്ഷണ രീതിയും ജീവിതശൈലിയും വ്യായാമവും ഒക്കെ ശീലിച്ചെങ്കിൽ മാത്രമേ മാറ്റാൻ കഴിയുകയുള്ളൂ. അതായത് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഷുഗറ്, പ്രഷറ്, ഹൈപ്പോതൈറോയിഡിസം, PCOS, സ്ട്രോക്ക്, യൂറിക് ആസിഡ് കൂടുതലുള്ള പല അവസ്ഥകളുടെ ഒരു ഭാഗം മാത്രമാണ് ഈ ഫാറ്റി ലിവർ. അപ്പോൾ ഇത്തരം രോഗങ്ങളെ കുറയ്ക്കുക കൂടെ ചെയ്തതുകൊണ്ട് മാത്രമേ അങ്ങനെ ഉണ്ടാകുന്ന ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ വെറുതെ അതിനു വേണ്ടി ഒരു മരുന്ന് എവിടെങ്കിലും പോയി കഴിക്കുന്നത് മണ്ടത്തരമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. നാഷ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുമുണ്ട്, അതായത് നോൺ ആൽക്കഹോൾ സ്റ്റിയാറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് അവിടെ വരുമ്പോൾ കരളിൽ നീർക്കെട്ടും കരൾ കോശങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നാഷിനെ വളരെ സൂക്ഷിച്ച് ചികിത്സിക്കണം. അല്ലെങ്കിൽ അത് ഫൈബ്രോസിസായും സിറോസിസായും ലിവർ ക്യാൻസറായും മാറാം. അത് ഏറ്റവും നല്ല രീതിയിൽ ഉള്ള അംഗീകൃത യോഗ്യതയുള്ളൊരു ഡോക്ടറെ കണ്ടെത്തി നിങ്ങൾ ചികിത്സിക്കണം. ഇതിനെല്ലാം വളരെ ഫലപ്രദമായ ചികിത്സ ആയുർവേദത്തിലുണ്ട്. അതിനായിട്ട് വേദഗ്രാമിലെ എല്ലാ വ്യാഴാഴ്ചകളിലും ഇത്തരം രോഗങ്ങൾക്കുള്ള പ്രത്യേക OP രാവിലെ 10 മണി മുതൽ 1 മണി വരെ പ്രവർത്തിക്കുന്നുമുണ്ട്.